അറിയാം ശ്രീ, തെറ്റ് തന്നെയാണ് ഞാൻ ചെയ്തത്. നമ്മുടെ പ്രണയത്തെപ്പോലും മറന്നവനാ ഞാൻ. നമ്മുടെ സ്വപ്നങ്ങൾ പോലും സ്വാർത്ഥതയ്ക്ക് വേണ്ടി തള്ളിക്കളഞ്ഞവനാ ഞാൻ. പക്ഷേ ഇപ്പോൾ എനിക്ക് നിന്നെ വേണം. അതിന് ഏത് അറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകും. അവൾ പോയ വഴിയെ നോക്കി നന്ദൻ പറഞ്ഞു. ഒപ്പം ചുണ്ടിൽ ക്രൂര ചിരിയുമായി അവൻ തിരിഞ്ഞതും അവനെ ചുട്ടു ഭസ്മമാക്കാം എന്ന പോലെ രണ്ട് പൂച്ചക്കണ്ണുകൾ തിളങ്ങി നിൽപ്പുണ്ട്. അവൾ എന്റെയാ. നിന്റെ നിഴൽ പോലും അവളുടെ പരിസരത്ത് വന്നെന്ന് ഞാൻ അറിഞ്ഞാൽ ഈ മഹി ആരാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അത് നീ പറഞ്ഞാൽ മതിയോ? നിന്നെ കാണുന്നത് തന്നെ അവൾക്ക് പേടിയാണെന്ന് ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അവളെ വിട്ടുകളയണമെന്ന് നീ പറഞ്ഞാൽ ഞാൻ അങ്ങ് വിട്ടുകളയുമോ? പുച്ഛത്തോടെ നന്ദൻ മഹിയെ നോക്കി. അവൾ ഈ മഹിയുടെ പെണ്ണാണ്. അവൾക്ക് എന്നോട് പേടിയുണ്ടെങ്കിൽ അത് മാറ്റാനും ഈ മഹിക്കറിയാം. ഇനി പഴയ സ്നേഹത്തിൻ്റെയും കഥ പറഞ്ഞ് അവളുടെ പിന്നാലെ നീ നടന്നെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. ക്രൗര്യത്തോടെ നന്ദനെ നോക്കിക്കൊണ്ട് മഹി നടന്നു നീങ്ങി. അവളുടെ പേര് പറഞ്ഞ് ഇവിടെ നിന്ന് വഴക്ക് കൂടുന്നത് അത്ര നല്ലതല്ല എന്ന് മഹിക്ക് അറിയാം. പെണ്ണിനെ അല്ലെങ്കിൽ തന്നെ കാണുമ്പോൾ പേടിയാണ്. അതിൻ്റെ കൂടെ വെറുപ്പും കൂടി കൂട്ടിച്ചേർക്കാൻ അവന് താല്പര്യമില്ല. മഹി നടന്നു നീങ്ങിയതും പകയോടെ നന്ദൻ നടന്നു നീങ്ങുന്നവനെ നോക്കി. എങ്ങനെയെങ്കിലും സ്ത്രീയെ സ്വന്തമാക്കണമെന്ന് അവൻ നിശ്ചയിച്ചു. അമ്മയെയും കൂട്ടി നേരിട്ട് പോയി അവളുടെ വീട്ടിൽ പോയി സംസാരിക്കാം എന്ന് തന്നെ അവൻ തീരുമാനിച്ചു. മഹി, അവൻ അപകടകാരിയാണെന്ന് നന്ദന് നല്ല ബോധ്യമുണ്ട്. ഈ അവസ്ഥയിൽ ഒരാലോചനയുമായി ചെന്നാൽ അവളുടെ അച്ഛൻ എന്തായാലും സമ്മതിക്കും. വേണിയുടെ സപ്പോർട്ട് ഉണ്ടായാൽ മതി. എന്തൊക്കെയോ തീരുമാനിച്ചുകൊണ്ട് നന്ദൻ അവിടുന്ന് നീങ്ങി. ഹോയ് ലച്ചുമ്മ! പിറകിൽ നിന്ന് മഹിയുടെ ശബ്ദം കേട്ടതും അവൾ പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. അവൻ്റെ ഗാംഭീര്യമാർന്ന ശബ്ദം ഏത് ആൾക്കൂട്ടത്തിലായാലും അവൾ തിരിച്ചറിയും. അവനെ തിരിഞ്ഞു നോക്കാതെ അവൾ വേഗത്തിൽ നടന്നു. ലച്ചുമ്മ പിണക്കമാണോ? അവൾ തിരിഞ്ഞു നോക്കില്ല എന്ന് അവന് മനസ്സിലായതും അവൻ ഓടി വന്ന് അവളുടെ മുമ്പിലായി വന്നു നിന്നു. എനിക്ക് പോകണം. പ്രതീക്ഷിക്കാതെ അവൻ അവളുടെ മുന്നിൽ വന്ന് നിന്നതും അവൾ വിറയാർന്ന ചുണ്ടുകളോടെ അവനോട് മൊഴിഞ്ഞു. നീ എന്തിനാ പെണ്ണെ പേടിക്കുന്നത്? ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. അത്രയും ഇഷ്ടമായതുകൊണ്ടല്ലേ ഞാൻ നിന്റെ പുറകെ ഇങ്ങനെ വരുന്നത്? പേടിച്ച് കണ്ണുകളൊക്കെ കലങ്ങി നിൽക്കുന്നവനോട് അവൻ പ്രണയാർദ്രമായി പറഞ്ഞു. മാറി നിൽക്ക്, എനിക്ക് പോകണം. നിറഞ്ഞു തൂവുന്ന മിഴികൾ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അപ്പോഴൊന്നും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നില്ല. അവൾക്ക് എന്തോ അവൻ്റെ ആ പൂച്ച കണ്ണുകൾ കാണുമ്പോൾ വല്ലാതെയാകുന്നു. അവൾ അടിമപ്പെട്ടു പോകുമെന്ന് തോന്നുന്നു. ഞാൻ മാറിത്തരാം. പക്ഷേ ഒരു നിമിഷം അവൻ അവളെ നോക്കി. അതേസമയം അവൻ എന്താ പറയുന്നത് എന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ അവൾ മുഖമുയർത്തി അവനെ നോക്കി. പക്ഷേ ഒന്നുമില്ല എൻ്റെ കൊച്ചേ. എനിക്ക് എൻ്റെ ലച്ചുമ്മയെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ ഞാൻ പിറകെ നടക്കുന്നത്. നീ എൻ്റേതാകുന്നത് വരെ ഞാനിത് തുടരും. കുറുമ്പോടെ അവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. അവൾ ആഗ്രഹിച്ചതല്ല അവൻ്റെ വായിൽ നിന്നും വന്നത്. അതിൻ്റെ നിരാശ അവളുടെ മുഖത്തു പടർന്നു. ഇനിയും അവൻ്റെ സംസാരം കേൾക്കേണ്ട ആവശ്യമില്ലെന്ന് കരുതി അവൾ വേഗം അവനെയും കടന്ന് നടക്കാൻ തുടങ്ങി. അവൾ പോകുന്നത് നോക്കി ചുണ്ടിൽ പുഞ്ചിരിയുമായി അവൻ നിന്നു. കുറച്ചു ദൂരെ എത്തിയതും അവൾ തിരിഞ്ഞു നോക്കി. തന്നെ നോക്കി നിൽപ്പാണ്. ഇരുട്ടിലും ആ പൂച്ചക്കണ്ണുകൾ തന്നോടുള്ള പ്രണയം കാണുന്നുണ്ട്. തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങുന്നത് അവൾ കണ്ടതും വേഗം മുന്നോട്ടേക്ക് നടന്നു. ഇന്നും വൈകിയല്ലോ ചേച്ചി? വീട്ടിലേക്ക് ലച്ചു വന്ന് കയറിയതും വേണി അവളുടെ കയ്യിലുള്ള സാധനം വാങ്ങിക്കൊണ്ട് ചോദിച്ചു. കുറച്ച് തിരക്കാ മോളെ ഷോപ്പിൽ. അവളോട് ചെറിയ പുഞ്ചിരിയാലെ പറഞ്ഞുകൊണ്ട് നേരെ കുമാരൻ്റെ അടുത്തേക്ക് പോയിരുന്നു. മോളാകെ ക്ഷീണിച്ചല്ലോ? ലച്ചുവിൻ്റെ മുഖത്ത് നോക്കി വേദനയോടെ അച്ഛൻ ചോദിച്ചു. അതിനു മറുപടിയായി അവളുടെ ചുണ്ടിൽ പുഞ്ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ബാഗും എടുത്ത് റൂമിലേക്ക് ചെന്നു. അപ്പോഴേക്കും ഒരു ഗ്ലാസ് ചായയുമായി വേണി വന്നിരുന്നു. ചേച്ചി, ഇത് കുടിക്ക്, എന്നിട്ട് കുളിക്കാൻ പോയാൽ മതി. കയ്യിലുള്ള ചായ ഗ്ലാസ് ലച്ചുവിന് നേരെ നീട്ടി. ലച്ചു വേണിയോട് വാങ്ങിച്ച് ഓരോ സിപ്പായി കുടിക്കാൻ തുടങ്ങി. അമ്മയും രേണുകയും ഇടയില്ലേ? രണ്ടുപേരുടെയും ശബ്ദമൊന്നും കേൾക്കാത്തത് കൊണ്ട് ലച്ചു ചോദിച്ചു. ഇല്ലെങ്കിൽ വന്ന പാടെ എന്തെങ്കിലും ചൊറിയുന്ന വർത്തമാനം രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട്. ഇല്ല ചേച്ചി, കൊന്നൂട്ടിയിൽ ഉത്സവമല്ലേ, അവിടെ പോയിരിക്കുകയാണ്. ഇനി വരുമ്പോൾ നേരം വെളുക്കും. അതും പറഞ്ഞ് വേണി റൂമിന് പുറത്തേക്കിറങ്ങി. ചായ കുടിച്ചതിന് ശേഷം കുളിച്ചു മാറാനുള്ളതും എടുത്ത് അവൾ കുളിമുറിയിലേക്ക് പോയി. അല്പസമയം കഴിഞ്ഞ് കുളിച്ചു വരുമ്പോഴേക്കും കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിരുന്നു വേണി. ചേച്ചി, വാ കഴിക്കാം. വേണി 3 പാത്രത്തിലേക്കായി വിളമ്പിക്കൊണ്ട് ലച്ചുവിനെ വിളിച്ചു. മുടി ഒന്ന് ചീകിക്കെട്ടി ലച്ചുവും ഭക്ഷണം കഴിക്കാനായി വന്നു. ഇന്ന് രേണുകയും പ്രേമയും ഇല്ലാത്തത് കൊണ്ട് തന്നെ 3 പേർക്കും സമാധാനമുണ്ട്. ഇല്ലെങ്കിൽ ഓരോന്ന് പറഞ്ഞ് കുത്തി വേദനിപ്പിക്കും. അവരുണ്ടാകുമ്പോൾ അവർ കഴിച്ചതിന് ശേഷം മാത്രമേ ഇവർ 3 പേരും ഭക്ഷണം കഴിക്കും. അല്ലെങ്കിൽ കഴിക്കുന്നതിന് വേദനിപ്പിക്കുന്ന ഓരോ വർത്തമാനങ്ങൾ പ്രേമയും രേണുകയും പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കേൾക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണം തൊണ്ടയിൽ നിന്നും ഇറക്കാൻ കഴിയാതെ വരും. ഉറങ്ങാൻ കിടക്കുമ്പോഴും ലച്ചു ഓരോ ആലോചനയിലായിരുന്നു. ഒരുപാട് വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, കരഞ്ഞ് തളർന്നുറങ്ങിപ്പോയ രാത്രികൾ, പണമില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് തൻ്റെ സ്നേഹത്തെ ചവിട്ടി താഴ്ത്തിയ ദിനങ്ങൾ.
ഇപ്പോഴും ഓരോന്നോർക്കുമ്പോൾ നെഞ്ചു നീറുന്നതുപോലെ. അതിനെന്താവണ്ണം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. നിലാവിൻ്റെ വെളിച്ചത്തിലും അടുത്ത് കിടക്കുന്ന വേണി തൻ്റെ ചേച്ചിയെ കാണുന്നുണ്ട്. ചേച്ചി കരയുകയാണോ? അടുത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് ചോദിച്ചു. അല്ല, ലച്ചു പറഞ്ഞു. എന്നാൽ ആ ഒരു ചെറിയ വാക്കിൽ പോലും അവളുടെ വിങ്ങൽ വെളിവാകുന്നുണ്ട്. നന്ദേട്ടൻ ചേച്ചിയെ കാണാൻ വന്നിരുന്നോ? എന്നോടും ഇന്ന് ചോദിച്ചിരുന്നു. നന്ദേട്ടൻ ഇപ്പോഴും ചേച്ചിയെ ഇഷ്ടമാണ്. ഇത് ഇഷ്ടമല്ല മോളെ, മോഹം മാത്രമാണ്. ഇഷ്ടവും പ്രണയവുമൊക്കെ തോന്നുന്നത് ഒരു വികാരമാണ്. അയാൾക്കതില്ല. ചേച്ചി, നന്ദേട്ടൻ. നീ കിടക്കാൻ നോക്ക് വേണി. ഇനി അയാളുടെ പേര് എനിക്ക് കേൾക്കണ്ട. പതുക്കെയാണ് ലച്ചു പറയുന്നതെങ്കിലും അവളുടെ വാക്കിൽ ദൃഢത ഉണ്ടായിരുന്നു. പിന്നെ വേണി ഒന്നും പറയാൻ പോയില്ല. ചേച്ചി പറയുന്നതിലും കാര്യമുണ്ടെന്ന് അവൾക്കറിയാം. മംഗലശ്ശേരി വീട്ടിലെ ഒരേ ഒരു അനന്തരാവകാശിയാണ് നന്ദകിഷോർ എന്ന നന്ദൻ. എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ. വായനയാണ് പ്രധാന വിനോദം. ഒപ്പം മംഗലശ്ശേരിയിലെ സ്വത്തുക്കളും നോക്കി നടത്തിക്കൊണ്ടു പോകുന്നു. മംഗലശ്ശേരി വീട്ടിൽ ഇപ്പോൾ നന്ദനും നന്ദൻ്റെ അമ്മ വസുമതിയും വസുമതിയുടെ അച്ഛനും അമ്മയും മാത്രമേ താമസമുള്ളൂ. മറ്റുള്ള ബന്ധുക്കളെല്ലാം ഷെയറും വാങ്ങി അവരുടെ പാട്ടിനു പോയി. സ്കൂൾ മുതലേ നന്ദന് ലച്ചുവിനോട് ഇഷ്ടമുണ്ടായിരുന്നു. പഠിക്കുമ്പോൾ തന്നെ അവൻ്റെ ഇഷ്ടം അവളോട് പറയുകയും ചെയ്തു. അവൾക്കും എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ പ്രണയം മുന്നോട്ടു പോകുമ്പോഴാണ് 10ാം ക്ലാസ്സിൽ വെച്ച് ലച്ചുവിൻ്റെ പഠിത്തം നിർത്തുന്നത്. അതിനുശേഷം അവർ ക്ഷേത്രത്തിൽ വെച്ച് മറ്റുമാണ് കണ്ടിരുന്നത്. അല്ലെങ്കിൽ നന്ദൻ കോളേജിൽ പോകുമ്പോഴാണ് ലച്ചുവിനെ കാണാറുള്ളത്. പഠിപ്പ് മുടങ്ങിയതോടെ ആ കൂടിക്കാഴ്ച ഇല്ലാതായി. അങ്ങനെ 4 വർഷത്തെ പ്രണയത്തിനു ശേഷം നന്ദന് അവൻ്റെ വീട്ടിൽ ആലോചനകൾ വന്നു തുടങ്ങി. നന്ദൻ ലച്ചുവിൻ്റെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ ആർക്കും താല്പര്യമില്ല. കാണാനൊക്കെ സുന്ദരിയാണ്, പക്ഷേ പഠിപ്പുമില്ല, പണവുമില്ല. അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പറഞ്ഞപ്പോൾ അവനും ലച്ചുവിനോടുള്ള പ്രണയം തെറ്റായിപ്പോയെന്ന് തോന്നിയിരുന്നു. നല്ലൊരു വീട്ടിൽ നിന്ന് ആലോചന വന്നപ്പോൾ അതിനവൻ സമ്മതം മൂളുകയും ചെയ്തു. 4 വർഷം പ്രണയിച്ച പെണ്ണിനെ അവൻ മറന്നു. കല്യാണം കഴിഞ്ഞ് 1-2 മാസം മാത്രമേ അവർ ഒരുമിച്ച് ജീവിച്ചുള്ളൂ. അതിനിടയിൽ അവൻ്റെ ഭാര്യയ്ക്ക് ചെറിയ ഒരു ആക്സിഡന്റ്. ഭാര്യ വീട്ടുകാർ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ആയതുകൊണ്ട് അവരുടെ 2 പേരുടെ ജാതകം ഒന്നുകൂടി നോക്കി. നന്ദൻ്റെ ജാതകത്തിൽ ചൊവ്വാദോഷം കണ്ടതോടെ അവരുടെ മകളെയും വിളിച്ച് നന്ദൻ്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോന്നു. ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും നന്ദൻ ലച്ചുവിൻ്റെ പിറകെയാണ്. ഇപ്പോൾ അവൻ്റെ വീട്ടുകാർക്ക് എതിർപ്പില്ല, മറ്റൊന്നുമില്ല. ചൊവ്വാദോഷമുള്ളത് ആലോചന വരുന്ന വീട്ടുകാർക്കൊക്കെ അറിയും. നല്ലൊരു വീട്ടിൽ നിന്ന് ഇനി തൻ്റെ മകന് പെണ്ണ് കിട്ടില്ലെന്ന് ആ വീട്ടിലുള്ളവർക്ക് അറിയാം. ആ പെണ്ണെന്ത് പറഞ്ഞടാ? മംഗലശ്ശേരിയിലേക്ക് കയറി വന്ന നന്ദൻ നേരെ പോയി മുത്തശ്ശിയുടെ മടിയിലേക്ക് കിടന്നു. അപ്പോൾ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലായി നന്ദന് വിഷമം തട്ടിയിട്ടുണ്ടെന്ന്. അതുമല്ല, രാവിലെ അവളോട് സംസാരിക്കണമെന്ന് പറഞ്ഞാണ് നന്ദൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്തു പറയാനമ്മേ, അവൾക്ക് താല്പര്യമില്ല. നിസ്സഹായതയോടെ നന്ദൻ 3 പേരോടുമായി പറഞ്ഞു. നീ കാലു പിടിക്കാനൊന്നും പോകേണ്ട. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത കൂട്ടങ്ങളാ. എന്നിട്ട് അഹങ്കാരം കണ്ടില്ലേ? വസുമതി ലച്ചുവിനോടുള്ള ദേഷ്യം പ്രകടമാക്കി. അമ്മേ, വസുമതിയുടെ വർത്തമാനം നന്ദന് ഇഷ്ടമാകുന്നില്ല. ഒരിക്കൽ അമ്മയുടെ വർത്തമാനം കേട്ടാണ് അവളെ തള്ളി പറഞ്ഞത്. അതിൻ്റെ ശിക്ഷയാണ് താനിപ്പോൾ അനുഭവിക്കുന്നതെന്ന് അവന് തോന്നി. ഞാനൊന്നും പറയുന്നില്ല, നിന്റെ ഇഷ്ടം. ആരായാലും പ്രശ്നമില്ല. ഈ കുടുംബത്തിന് ഒരു അനന്തരാവകാശിയെ കിട്ടിയാൽ മതി. മതി വസുമതി, നീ ഒന്ന് ആ കുട്ടിയുടെ അച്ഛനെ കണ്ട് സംസാരിച്ചു നോക്കൂ. നീ പറഞ്ഞാൽ അവർ എതിർക്കില്ല. നന്ദൻ അത്രയ്ക്ക് ആശിച്ചതല്ലേ? സമാധാനം എന്നോണം മുത്തശ്ശി പറഞ്ഞു. ഇവന് വേണ്ടി ഞാൻ അവളുടെ തന്തയോട് സംസാരിക്കാം. പുച്ഛത്തോടെ തന്നെ വസുമതി പറഞ്ഞു അകത്തേക്ക് പോയി. അങ്ങനെ അമ്മ പറഞ്ഞെങ്കിലും നന്ദന് തീരെ വിശ്വാസമുണ്ടായിരുന്നില്ല ലച്ചുവിൻ്റെ കാര്യത്തിൽ. അങ്ങനെയുള്ളതായിരുന്നു ലച്ചുവിൻ്റെ വാക്കുകൾ. തന്നോട് വെറുപ്പുള്ളതുപോലെയാണ് അവളുടെ ഓരോ നോട്ടവും വാക്കുകളും. എന്നാലും മുത്തശ്ശി പറഞ്ഞതുപോലെ നേരിട്ട് പോയി അവളുടെ അച്ഛനോട് സംസാരിക്കാം. അവരുടെ ഈ അവസ്ഥയിൽ ഇത്രയും നല്ലൊരു ആലോചന വന്നാൽ ഏത് അച്ഛനായാലും സമ്മതിക്കാതിരിക്കില്ലല്ലോ. നന്ദൻ മുത്തശ്ശിയുടെ മടിയിൽ കിടന്ന് ഓരോന്ന് ആലോചിച്ചു. പെടുന്നതിന് തന്നെ ആ പൂച്ചക്കണ്ണൻ്റെ വാക്കുകൾ അവൻ്റെ മനസ്സിലേക്ക് ഇരമ്പി വന്നു. എന്താടി, കൊച്ചിനൊന്നും കൊടുക്കാറൊന്നുമില്ലേ? രാജീവിനെ വിളിക്കാൻ വേണ്ടി ഹേമയുടെ വീട്ടിലേക്ക് വന്നതായിരുന്നു മഹി. രാവിലത്തെ പണിയെല്ലാം ഒതുക്കി വെച്ച് ഹേമ കുഞ്ഞിനെയും കൂട്ടി തൻ്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുചെന്നാക്കാൻ പോകുമ്പോഴാണ് മഹി വീട്ടിലേക്ക് കടന്നു വന്നത്. ഞാനെന്തു ചെയ്യാനാ മഹിയേട്ടാ? എന്തെങ്കിലും ഒന്ന് കഴിച്ചാലല്ലേ ചെക്കൻ. ഈ രാജീവേട്ടൻ വന്നതുകൊണ്ട് തീരെ കഴിവുമില്ല. ഞാനിവനെ അമ്മയുടെ അടുത്താക്കിയിട്ട് വേഗം വരാവേ. അകത്തേക്ക് ചെല്ല്, രാജീവേട്ടൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഹേമ അവനോട് പറഞ്ഞുകൊണ്ട് മോൻ്റെ കൈയും പിടിച്ച് മുന്നോട്ടേക്ക് നടന്നു. മഹി അകത്തേക്ക് കയറി. കഴിച്ചു കഴിഞ്ഞില്ലേ? ലോഡും കൊണ്ട് പോകാനുള്ളതാ. ഭക്ഷണം കഴിക്കുന്ന രാജീവിനെ നോക്കി മഹി പറഞ്ഞു. ഞാനിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ, നീ ഇരിക്ക്. ദാ പ്ലേറ്റ്. സൈഡിൽ നിന്ന് ഒരു പ്ലേറ്റ് എടുത്ത് മഹിക്ക് നേരെ നീട്ടിവെച്ച് രാജീവൻ അവനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. ഇടയ്ക്കെല്ലാം മഹി രാജീവൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. ലോഡും കൊണ്ട് പോയാൽ ചിലപ്പോൾ 1-2 ആഴ്ച എടുക്കും തിരിച്ചു വരാൻ. അതുകൊണ്ട് തന്നെ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് തന്നെയാണ് പോകാറ്.
രണ്ടുപേരും ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കെ ഹേമ മോനെ അമ്മയുടെ അടുത്താക്കി തിരിച്ചു വന്നു. നിങ്ങളിപ്പോൾ ഇറങ്ങുമോ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവരോട് ഹേമ ചോദിച്ചു. കുറച്ച് കഴിയും. ലോഡ് കയറ്റി തീർന്നില്ല. ഹേമയ്ക്കുള്ള മറുപടി മഹിയാണ് നൽകിയത്. നിനക്കിന്ന് പോകേണ്ടേ? പോകണം മഹിയേട്ടാ. ഒരുപാട് വർക്ക് കിട്ടിയിട്ടുണ്ട് ഷോപ്പിൽ. ഞാനും കൂടി ലീവാക്കിയ ജലജ ചേച്ചി വാളെടുക്കും. കളിയാലെ ഹേമ പറഞ്ഞു. ഒപ്പം തയ്യൽ ഷോപ്പിലേക്ക് പോകാൻ റെഡിയാകുകയും ചെയ്യുന്നുണ്ട് അവൾ. നിന്റെ ചങ്ങായി എന്തു പറയുന്നു? കഴിച്ചുകൊണ്ടിരിക്കെ അവൻ ലച്ചുവിൻ്റെ കാര്യം തിരക്കി. എന്തു പറയാം മഹിയേട്ടാ, അവള് പ്രാരാബ്ധമായി നടക്കുന്നു. മഹി ആരെക്കുറിച്ചാണ് ചോദിച്ചതെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. ഈ ചോദ്യം പതിവുള്ളതാണ്. പെണ്ണിനോട് എത്ര പറഞ്ഞിട്ടും തലയിൽ കയറേണ്ടേ? മഹിയേട്ടനെ കാണുന്നതേ പെണ്ണിന് പേടിയാ. കഴിഞ്ഞ ദിവസവും ഞാൻ മഹിയേട്ടൻ്റെ കാര്യം പറഞ്ഞിരുന്നു. എന്നെ കടിച്ചു കീറാൻ വന്നു പെണ്ണു. നിങ്ങൾ ഈ കലിപ്പ് മൂടി മാറ്റി പെണ്ണിനോട് നല്ലതുപോലെ ഒന്ന് സംസാരിക്ക്. എന്നിട്ട് അതിനെ ആ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ നോക്ക്. അമ്മയും മോളെയും കൊണ്ട് അതിന് സ്വൈര്യമില്ല. ഞാൻ പറയാത്തത് കൊണ്ടല്ലല്ലോ ഹേമേ. ഞാനെന്ത് ചെയ്തിട്ടാ അവൾ എന്നെ കാണുമ്പോൾ പിളറി പിടിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. കുറച്ച് കുടിക്കും, ദേഷ്യം വന്നാൽ രണ്ട് പൊട്ടിക്കുകയും ചെയ്യും. അതിത്ര വലിയ കുറ്റമാണോ? അടിയും കുടിയും എല്ലാ ആണുങ്ങൾക്കും പറഞ്ഞിട്ടുള്ളതാ. മതി മതി, നീ കഴിച്ചെഴുന്നേക്കാൻ നോക്ക്. നിന്റെ അടിയും കുടിയും എവിടം വരെയാണെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്നതിനിടെ രാജീവൻ മഹിക്കിട്ട് ഒരു കൊട്ടും കൊടുത്ത് കൈ കഴുകാനായി പോയി. പറ്റിപ്പോയി എന്ന ഭാവത്തോടെ മഹി നേരെ നോക്കിയത് ഹേമയെയും. ഹേമയും അവനെ നോക്കി ചമ്മിയ ചിരി ചിരിച്ചു. മഹിക്ക് ഈ നാട്ടിൽ ആകെ കൂട്ടായി ഉള്ളത് രാജീവൻ മാത്രമാണ്. അവനോട് എന്ത് പറയാനും പ്രവർത്തിക്കാനും മഹിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ മഹിയെ പേടിയില്ലാത്ത ഒരാളാണ് ഹേമയും. ഹേമയ്ക്ക് സ്വന്തം ചേട്ടനെ പോലെയാണ് മഹി. അതുകൊണ്ട് തന്നെ ലച്ചുവിനോട് മഹിയുടെ കാര്യം പറയാൻ നല്ല താല്പര്യവുമാണ്. പക്ഷേ ഹേമ തുടങ്ങും മുമ്പ് തന്നെ ലച്ചു അത് നിർത്തിക്കും. അതാണ് പതിവ്. രാജീവനും മഹിയും ലോറിയും എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമാണ് ഹേമ തയ്യൽ ഷോപ്പിലേക്ക് പോയത്. തയ്യൽ ഷോപ്പിലേക്ക് എത്തിയപ്പോൾ കണ്ടു ലച്ചു തിരക്കിൽ ഓരോ ജോലികൾ ചെയ്യുന്നത്. ജലജ ചേച്ചി ടൗണിൽ പോയിട്ടുണ്ട്. ലച്ചു മാത്രമേ അവിടെയുള്ളൂ. ഹേമ വന്ന ഉടനെ ബാഗും എടുത്തു വെച്ച് നേരെ ലച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഉദ്ദേശം മഹി തന്നെ. മഹിക്ക് ലച്ചുവിനോടുള്ള സ്നേഹം എത്രമാത്രമുള്ളതാണെന്ന് ഹേമയ്ക്ക് അറിയാം. അതിലൊരു തീരുമാനമെടുക്കണമെന്നും അവൾ ഉറപ്പിച്ചു. എത്തിയോ? ഞാൻ കരുതി ഇന്ന് ലീവായിരിക്കുമെന്ന്. കട്ട് ചെയ്യാനുള്ള ചുരിദാറിൻ്റെ അളവ് ശരിയാക്കുകയാണ് ലച്ചു. അതിൻ്റെ ഇടയിലാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഹേമയെ കാണുന്നത്. ലച്ചു, എനിക്ക് നിന്നോട് സീരിയസ് ആയി ഒരു കാര്യം പറയാനുണ്ട്. ഹേമ കളിത്തമാശ വിട്ട് സീരിയസ് ആയി അവളോട് പറഞ്ഞു. പെട്ടെന്നുള്ള ഹേമയുടെ ഈ ഭാവം കണ്ട് ലച്ചു ഒന്ന് സംശയിച്ചു. പൊതുവെ ഹേമ വായാടിയാണ്, ഒപ്പം തമാശക്കാരിയും. സീരിയസ് ആയി അവളെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ തൻ്റെ മുന്നിൽ നിൽക്കുന്നവൾക്ക് എന്തൊക്കെയോ തന്നോട് പറയാനുണ്ടെന്ന് ലച്ചുവിന് മനസ്സിലായി. ഹേമയെ കേൾക്കുവാൻ എന്നോണം ലച്ചു ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തി ഹേമയുടെ അടുത്തേക്ക് വന്നു. എന്താടി, നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ദേ ഹേമേ, നിനക്ക് ഈ ഭാവം ഒട്ടും ചേരുന്നില്ല കേട്ടോ, കളിയായ മട്ടിലങ്ങ് ലച്ചു പറഞ്ഞു. ഡി, അത് പിന്നെ മഹിയേട്ടൻ. നിനക്കെന്താടി മഹിയേട്ടനെ കല്യാണം കഴിച്ചാൽ? അങ്ങേർക്ക് നിന്നോട് ഒടുക്കത്തെ ലൗവാ. ലച്ചുവിൻ്റെ പ്രതികരണം എന്താണെന്ന് അറിഞ്ഞിട്ടും അവൾ വേഗം പറഞ്ഞു തീർത്തു. നിനക്ക് വേറെ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? മുഖം കടുപ്പിച്ചു തന്നെ ലച്ചു അവളോട് ചോദിച്ചുകൊണ്ട് വീണ്ടും താൻ ചെയ്യുന്ന ജോലിയിലേക്ക് കടന്നു. എടി, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകാത്തത്? അങ്ങേര് നിന്നെ പൊന്നുപോലെ നോക്കും. 2-3 വർഷമായില്ലേ നിന്റെ പിറങ്ങേ വരുന്നു. കുറച്ച് കുടിക്കും, ചെറിയ തോതിൽ അടിപിടി ഉണ്ടാക്കും, അത്രയേയുള്ളൂ മഹിയേട്ടൻ്റെ കുറവ്. അങ്ങനെ നോക്കിയാൽ എൻ്റെ കെട്ടിയവൻ എന്നും കുടിയും വഴക്കും തന്നെയല്ലേ. എന്നിട്ട് ഞങ്ങൾ ജീവിച്ചു പോകുന്നില്ലേ? നിർത്താതെയുള്ള ഹേമയുടെ സംസാരം അരയ്ക്ക് കൈ ചേർത്ത് നിന്നുകൊണ്ട് ലച്ചു കേട്ടു നിന്നു. കഴിഞ്ഞോ? എന്ത് അങ്ങേരെ പൊക്കി പറയല്? അത് പിന്നെ ലച്ചു, ഞാൻ. ഹേമ വെളുക്കനെ ഇളിച്ചു കാണിച്ചു. എന്നാൽ നീ കേട്ടോ, ഈ ശ്രീലക്ഷ്മി എന്ന ഞാൻ ആർക്ക് തലകുനിച്ചു കൊടുത്താലും ആ മഹേന്ദ്രൻ എന്ന് പറയുന്ന അയാൾക്ക് മാത്രം തലകുനിച്ചു കൊടുക്കില്ല. അതിനേക്കാൾ ഭേദം ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാ. ഞാനൊന്നും മറന്നിട്ടില്ല. ഇന്ന് ഞാൻ ഈ നെട്ടോട്ടം ഓടുന്നതിന് ഒരു പരിധിവരെ കാരണം അയാളാണ്. അന്ന് അയാൾ അച്ഛനെ വണ്ടിയിടിച്ചില്ലായിരുന്നുവെങ്കിൽ എന്നോടുള്ള വാശി തീർത്തതല്ലേ അയാൾ. മഹിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ലച്ചുവിന് ദേഷ്യം അരിച്ചു കയറി. മറ്റൊരാളോട് അവനെക്കുറിച്ച് പറയുമ്പോൾ മാത്രമേ ദേഷ്യമുള്ളൂ. നേരെ മറിച്ച് അവൻ്റെ മുന്നിലെത്തിയാൽ വിരളി പിടിച്ച പോലെയാണ് പെണ്ണ്. നിർത്തി, ഞാനൊന്നും പറയുന്നില്ലേ. നിന്റെ നല്ലതിന് വേണ്ടിയാ പറയുന്നത്. ഇനിയും ആ നരകത്തിൽ കിടന്ന് കഷ്ടപ്പെടാതിരിക്കാൻ. പിന്നെ നിന്റെ അച്ഛനെ വണ്ടിയിടിപ്പിച്ച് എന്നൊന്നും പറയാൻ കഴിയില്ല. മഹിയേട്ടന് ഒരു അബദ്ധം പറ്റിപ്പോയതാണെന്ന് അന്നേ അങ്ങേര് പറയുന്നതല്ലേ. നീ വിശ്വസിക്കാത്തത് മഹിയേട്ടൻ്റെ കുഴപ്പമാണോ? അതും പറഞ്ഞ് ലച്ചുവിനെ നോക്കി ചുണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഹേമ തൻ്റെ ജോലിയിലേക്ക് കടന്നു. കേട്ടതൊന്നും ഇഷ്ടപ്പെടാതെ മുഷിച്ചിലോടെ ലച്ചു ഹേമയെ നോക്കി. ഇന്നയാൾ ഇവളുടെ വീട്ടിൽ പോയിട്ടുണ്ടാകും. അയാളുടെ സാരോപദേശം കേട്ടിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് ഇടയ്ക്കുള്ള കലാപരിപാടിയാണ് അവളുടേത്. വേറെ ആരെ കെട്ടിയാലും ഈ ശ്രീലക്ഷ്മി അവനെ കെട്ടില്ല. കെട്ടാതെ വീട്ടിലിരുന്നാലും സാരമില്ല. അവൾ സ്വയം വെറുപെറുത്തു. ഒപ്പം മഹിയേട്ടനോടുള്ള വെറുപ്പും അവളുടെ മുഖത്ത് പ്രകടമായി.